അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ബലദ് 13-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാണത്. ഫക്കു മോചിപ്പിക്കലാണ്, റഖബ അടിമയെ. അവർ മലമ്പാതയെ പർവ്വത വഴിയെ താണ്ടിക്കടന്നില്ല എന്നാണല്ലോ മുൻ സൂക്തങ്ങളിൽ പരാമർശിച്ചത്. ആ പാത എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്തു. ആ പാതയെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് അടിമമോചനത്തിൻ്റെ പാതയാണ്. അടിമയെ അവൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്രമാക്കുന്ന പാതയാണ്. ഈ അധ്യായം മക്കയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബയെ കിറാമിനു നേരെ പീഡനങ്ങൾ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ അവതരിച്ച അധ്യായമാണ്. ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ആദ്യകാലത്ത് തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തനം എന്ന നിലയിൽ അടിമകളെ പരിഗണിക്കുകയും അവരുടെ മോചനത്തെ ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു എന്നത് വളരെ കൗതുകകരമാണ്. കാരണം അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തിയിരുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു അടിമ കച്ചവടം. മനുഷ്യൻ്റെ അടിമയല്ല, മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാത്രം അടിമയാണ്. അവൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹു മാത്രമാണ്. മനുഷ്യൻ്റെ അടിമയാകുന്ന അവസ്ഥയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ചെടുക്കാൻ അടിമമോചനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി. അള്ളാഹു നിശ്ചയിച്ച മലമ്പാതയെ താണ്ടിക്കടന്ന് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. അടിമയെ മോചിപ്പിക്കാൻ വലിയ സാമ്പത്തിക ചെലവ് ആവശ്യമാണ്. വലിയ സാമ്പത്തിക ചെലവ് നിർവഹിച്ചും പണത്തോടുള്ള സ്വന്തം ഇഷ്ടത്തെയും താല്പര്യത്തെയും ഹനിച്ചും അറുത്തും മുറിച്ചു മാറ്റിയും മറ്റൊരാൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച് അവനെ മോചിപ്പിച്ചെടുക്കുമ്പോൾ ആ ഗിരിമാർഗത്തെ തരണം ചെയ്യാൻ ശീലിക്കുകയാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ പിരടിയെ എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് ഫക്കു റഖബ എന്ന് പറയും. അത് അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന്, കടം അവൻ്റെ പിരടിയിൽ വന്ന് കൂടിയതിൽ നിന്ന് എല്ലാം മോചിപ്പിക്കുന്നത് ഫക്കു റഖബയുടെ വിശാലമായ അർത്ഥങ്ങളിൽ പെടുന്നു. മനുഷ്യനെ അടിമയാക്കുകയും ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും വിൽക്കുന്ന മനുഷ്യരെ വില കൊടുത്ത് വാങ്ങുകയും അവരോട് നിർദ്ദയം ക്രൂരമായി പെരുമാറുകയും എല്ലാ അർത്ഥത്തിലും പീഡിപ്പിക്കുകയും ചെയ്ത ഒരു കാലത്ത് അടിമമോചനത്തെ വലിയൊരു പുണ്യകർമ്മമായി എണ്ണി അതിന് വിശ്വാസികളെ പ്രേരിപ്പിച്ചു ഇസ്ലാം. ആ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുന്നത്, പലരെയും മോചിപ്പിക്കുന്നത്. അടിമമോചനം പലതിനും പ്രായശ്ചിത്തമായി പോലും ഇസ്ലാം നിശ്ചയിക്കുകയുണ്ടായി. ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമായി ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അടിമമോചനത്തെ എണ്ണിയതായി കാണാൻ കഴിയും. ഏറ്റവും ശ്രേഷ്ഠമായ ദാനം അടിമമോചനത്തിന് പണം ചെലവാക്കലാണ് എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ഉൾപ്പെടെയുള്ളവർ പറയാൻ കാരണം ഇവിടെ ആദ്യം അതിനെ മുന്തിച്ചതാണ്. ശേഷം അഗതിക്കും അനാഥക്കും ഭക്ഷണം നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനു മുമ്പ് അടിമമോചനം പറഞ്ഞു എന്നതാണ്. അടിമ വ്യാപാരം സാർവത്രികമായിരുന്ന ഒരു കാലഘട്ടത്തിൽ, തങ്ങളുടെ സാമ്പത്തിക അടിത്തറയായി അടിമ വ്യാപാരം വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അടിമമോചനത്തിന് പണം ചെലവഴിക്കൽ വലിയ പുണ്യകർമ്മമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഭൂമിലോകത്ത് ആരും അങ്ങനെ ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിലാണ് മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന അടിമകൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ ശബ്ദിച്ചത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാമിൻ്റെ വിമോചനത്തിൻ്റെ ഉള്ളടക്കം കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സൂക്തം കൂടിയാണ് ഇത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ജാഗ്രതയോടെ ഉച്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ.